അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം. ഞാൻ ഇപ്പോൾ ആദ്യം തന്നെ മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട്, ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ബ്രോസ് ഒന്ന് ടൈം ചെയ്യാൻ പോവാണ്. ഇത് ഞാൻ ആക്ച്വലി സോപ്പാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇടാനായിട്ടും മറക്കരുത്. കാരണം മോസ്റ്റ് ഓഫ് ദ ടൈം എൻ്റെ വീഡിയോസ് പറയണേക്കാറുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന്. വന്നിട്ടില്ലെങ്കിലും എങ്ങനെ പോയാലും ആഴ്ചയിൽ 2-3 വീഡിയോ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഒന്നരാടം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അത് ഒരു കാര്യം. പിന്നെ നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ഫോളോ ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോൾ ഇവിടെ ഒരു ഗീവ് അവേ നടക്കുന്നുണ്ട് 2K വർത്ത്. അപ്പോൾ നിങ്ങൾക്കൊരു ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക. റൂൾസും റെഗുലേഷൻസൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ ബ്രോസ് ഒന്ന് ഫിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് SQൻ്റെ ഒരു കളർ കറക്റ്ററാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിലൊന്ന് പൗഡർ ചെയ്യാണ്. നിങ്ങൾക്ക് നോർമൽ ടാൽക്കം പൗഡർ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ 2 ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കാൻ കാരണം നമ്മുടെ ഐശ്വര്യ ചേച്ചിയുടെ ഒരു വീഡിയോ കണ്ടിട്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ അതുപോലെയല്ല ചെയ്യുന്നത്, ഞാൻ എൻ്റെ രീതിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ മിലാനീൻ്റെ ഫൗണ്ടേഷൻ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ എല്ലാ ദിവസവും വേറബിളൊന്നുമല്ല, പക്ഷേ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ താഴെ പോയി ചെക്കൗട്ട് ചെയ്യുക. ഇതൊരു നല്ല ഫൗണ്ടേഷനാണ്, നല്ല കവറേജൊക്കെ ഉള്ളൊരു ഫൗണ്ടേഷനാണ്. മിൻട്രയിൽ എനിക്ക് ഓഫറിൽ കിട്ടി. അതുപോലെ ഇപ്പോൾ എനിക്ക് തോന്നി നല്ല ഓഫർ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാനതിനെ കൺസീൽ ചെയ്തു. ഭയങ്കരമായിട്ടൊന്നും ബ്രോസിനെ ഞാൻ അടച്ചു വെക്കുന്നില്ല, എന്നാലും ഓൾമോസ്റ്റ് ഒരു ഇതാക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ മിലാനീൻ്റെ ഫൗണ്ടേഷൻ വീണ്ടും എൻ്റെ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്തിട്ടൊരു ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാണ്. ഉരയ്ക്കുന്നില്ല, നമ്മളിങ്ങനെ എന്താ പറയുക ടാപ്പ് 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 ചെയ്തിട്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു നല്ല കവറേജ് കിട്ടും. അപ്പോൾ ഇതൊരു മാതിരി ക്രീപ്പി സ്പൂക്കി കൈൻഡ് ഓഫ് ലുക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഞാൻ എല്ലാം വീണ്ടും പൗഡർ വെച്ച് സെറ്റ് ചെയ്യുകയാണ്. പിന്നെയും പറയണു, ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഫേസിൻ്റെ ഫസ്റ്റ്, അതായത് മോയ്സ്ചറൈസിങ്ങും എല്ലാം നന്നായിട്ട് തന്നെ ചെയ്യണം. അത് ഞാൻ ഓടിപ്പോയിട്ട് സ്കിന്നിലൊന്നും ചെയ്തത്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഫേസ് വാക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് നമ്മുടെ കടലമാവും കുറച്ചും കൂടെ നമ്മുടെ വാസ്ലിനും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു വാക്സാണ്. അപ്പോൾ ഇത് നമ്മൾ ഷേപ്പ് ചെയ്യാനൊക്കെ പറ്റും. എന്നിട്ട് ചെയ്തിട്ട് നമുക്ക് വെള്ളം വെച്ചിട്ട് അതിൻ്റെ എഡ്ജസിൽ മാത്രം കൂടുതൽ വെള്ളം എടുക്കണം. നമ്മുടെ വിരൽ നന്നായിട്ട് സിങ്ക് ആവുന്ന രീതിയിൽ വെള്ളം എടുക്കണം. കുറച്ച് വെള്ളം എടുത്താൽ നമ്മുടെ വിരൽ ഒട്ടിപ്പിടിക്കും. അതിനുശേഷം എനിക്ക് ആവശ്യമുള്ളിടത്തൊക്കെ അത് ഒട്ടിച്ചു. അതിനുശേഷം ഞാൻ ഒരു കോൺടൂർ സ്റ്റിക്ക് എടുത്തിട്ട്, കോൺടൂറിങ്ങിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് ഫുൾ ഭയങ്കരമായിട്ട് തന്നെ കോൺടൂർ ചെയ്യേണ്ടത്, അതായത് വളരെ ഹാർഷായിട്ടുള്ള കോൺടൂർ തന്നെ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ എനിവേ ചെയ്യുന്നത് ഗോ ടു ലുക്കൊന്നുമല്ല, ഒരു ഹൊറർ ലുക്കാണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹാലോവീൻ മന്താണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഹാലോവീൻ മന്തൊന്നുമില്ല, എന്നാലും ഒരു രസം. ഓക്കെ, അപ്പോൾ എന്തായാലും രസമല്ലേ ഇതൊക്കെ ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ നെറ്റിയിലും ചീക്സിലൊക്കെ നന്നായിട്ട് ചെയ്തു. അതിനുശേഷം ഫൗണ്ടേഷനോ എന്താ വെച്ചെടുത്തിട്ട് നമ്മുടെ ആ ഒരു മഞ്ഞ കളറിൽ കാണുന്നുണ്ടല്ലോ, ആ ഒരു സംഭവത്തിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്ന വാക്സ് എന്ന് വിളിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സംഭവം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, എന്നിട്ട് അതിനെ ഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഇപ്പം തന്നെ ആ വീഡിയോയിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ഞെക്കി പൊട്ടിച്ചേക്കുക. അതാകുമ്പോൾ എനിക്കും ഒരു മോട്ടിവേഷനാവും. അപ്പോൾ നമ്മുടെ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ റൂൾസ് നന്നായിട്ട് ഫോളോ ചെയ്യണം. പറഞ്ഞ പോലെ തന്നെ എന്നെയും ദിഥേനെയും അതായത് താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നാൽ ഫുള്ളായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് ഉണ്ടാവുള്ളൂ കേട്ടോ. അതായത് നിങ്ങളെ ചൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഞാൻ ആ ഒരു ഇതിലാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മളതിനെ ഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എഡ്ജസും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ബ്ലെൻഡഡ് ആവണം. കാരണം അവിടെ ഇവിടെ ഇങ്ങനെ കട്ട പിടിച്ച് നിന്നിട്ട് കാര്യമില്ല. പക്ഷേ എനിവേ ഫൈനൽ റിസൾട്ടിൽ ഇതൊരു പൊങ്ങി നിൽക്കണ പോലെയൊക്കെ ഫീൽ ചെയ്യും, എനിക്കറിയാം. കാരണം വേറെ ഒന്നുമില്ല, ദിസ് ഈസ് നോട്ട് ദി പ്യുവർ വാക്സ്. ഓക്കെ, അതിനുശേഷം ബ്രഷ് ഒരിക്കലും നമ്മുടെ ആ സാധനത്തിൻ്റെ മുകളിൽ കൊള്ളരുത്. ബ്രഷിൻ്റെ സ്ട്രോക്സ് അതിൽ വരും. പിന്നെ അതിനുശേഷം ഞാൻ അവിടെ നമ്മുടെ എന്താ പറയുക അടുത്ത പരിപാടി ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വീണ്ടും നമ്മൾ കുറച്ച് പൗഡർ എടുത്തിട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം അവിടെയുള്ള മുറിവുകളും ഡീപ്പായിട്ടുള്ള സ്കാർസൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് ഞാനൊരു നമ്മുടെ നെയിലൊക്കെ ചെയ്യുന്ന കിറ്റിനകത്ത് വന്നിട്ടുള്ളൊരു സാധനമാണ്. ഇത് ഉപയോഗിക്കാറില്ല, പക്ഷേ ഞാൻ അത് വെച്ചിട്ട് അവിടെ വലിയൊരു ഡീപ്പായിട്ടുള്ളൊരു വൂണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്യണം. എൻ്റെ മേലല്ല കേട്ടോ വൂണ്ട് ക്രിയേറ്റ് ചെയ്യണം, നമ്മൾ ആ സാധനം വെച്ചിട്ടാണ് വൂണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ അതിനെ നന്നായിട്ട് ആ ഒരു സാധനത്തിൻ്റെ മുകളിൽ അതായത് വലിക്കണം. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമുക്കൊരു കുഴി പോലെ സെറ്റ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം ഞാൻ നിക്കാക്കേൻ്റെ ഒരു റെഡ് കളർ പാലറ്റ് എടുത്തിട്ട്, എനിക്ക് ഐ ഷാഡോ പാലറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് തന്നെ ഒരു ലൈറ്റർ ഷെയ്ഡ്, അതായത് ഒരു ബ്ലഡ് റെഡ് ഷെയ്ഡ് എടുത്തിട്ട് ഉള്ളിൽ
ഫുൾ ഫില്ല് ചെയ്യണം ഉൾഭാഗം. ഓക്കെ, ഉൾഭാഗം ഫില്ല് ചെയ്യുക, അതിനുശേഷം കുറച്ചും കൂടി ഡാർക്കർ, പിന്നെ കുറച്ചും കൂടി ഡാർക്കർ. നമ്മൾ അങ്ങനെയാണ് അതിന് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന് തന്നെ നമ്മൾ ആ ലൈറ്റർ കളർ റെഡ് എടുത്തിട്ട് അതിന് ഫുള്ളായിട്ട് ഉള്ളിൽ കയറ്റി കൊടുക്കാം. അതിനുശേഷം അവിടെ കാണുന്ന ഒരു മെറൂൺ ബ്രിക്ക് റെഡ് ഒക്കെ പോലത്തെ റെഡിനെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും ഇടാണ്. പക്ഷേ ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യരുത് കേട്ടോ. എൻ്റെ ഉള്ളിലിടാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഒരു മുറിഞ്ഞ പോലത്തെ ഒരു എഫക്റ്റ്. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ സ്കിന്നായിട്ട് ആ സാധനം ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ആയിട്ടില്ല. പക്ഷേ ഇനി ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം ട്രൈങ് ഔട്ട്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ അതിനെ ഫുള്ളായിട്ട് അതിനകത്ത് കുത്തി ബ്ലെൻഡ് ചെയ്യുക. അതിനുശേഷം ഞാൻ കുറച്ച് ചാർക്കോൾ പൗഡറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. ഇതാകുമ്പോൾ കുറേ കൂടെ പിഗ്മെൻറ്റഡ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഐഷാഡോ ആണെങ്കിൽ അത്ര വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ലൂസ് ചാർക്കോൾ പൗഡറാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ വീണ്ടും അതിനെ അതായത് ആ ഹോളിനകത്ത് കുത്തിക്കയറ്റി അതിന് ശേഷം കണ്ണിൻ്റെ ചുറ്റും റെഡും ബ്ലാക്കും കൂടെ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ എന്തായാലും ഞാൻ കണ്ണിൻ്റെ ചുറ്റും റെഡ് ഒരു ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വീണ്ടും നമ്മുടെ ചാർക്കോൾ പൗഡറിനെ തന്നെയാണ് മുകളിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാൻ കുറച്ച് ഭാഗത്തൊക്കെ ഹൈലൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, പൗഡർ അതായത് മാറ്റ് പൗഡർ ഹൈലൈറ്റ്. പിന്നെ ആ അതായത് കോൺടൂർ ചെയ്ത പോർഷൻസൊക്കെ മുകളിൽ നമ്മൾ ബ്ലാക്ക് വെച്ചിട്ട് ഒന്നും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. കുറച്ചും കൂടെ മസ്കാരഡാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. എന്നെ ഈ കോലത്തിൽ കണ്ടിട്ട് ഞാൻ ചിരിക്കണില്ല എന്നൊന്നും വിചാരിക്കരുത്, ഞാൻ ചിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് ആൻഡ് ഷെയർ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ്